ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യൂസ്. സ്റ്റാൻഡേർഡ് വ്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് വ്യൂസ് ക്യാമറയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് വ്യൂസ് എന്ന ഓപ്ഷനിൽ കാണാവുന്നതാണ്. ടോപ്പ് വ്യൂ, ബോട്ടം വ്യൂ, ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, ലെഫ്റ്റ് വ്യൂ, റൈറ്റ് വ്യൂ, ഐസോമെട്രിക് വ്യൂ. ഇങ്ങനെ 7 വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ടോപ്പ് വ്യൂ നിൽക്കുകയാണെങ്കിൽ ടോപ്പ് വ്യൂ കിട്ടും. അതേപോലെ നമുക്കിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ് കിട്ടണമെങ്കിൽ ക്യാമറ സ്റ്റാൻഡേർഡ് വ്യൂസിൽ ഫ്രണ്ട് വ്യൂ നിൽക്കുക, ഫ്രണ്ട് വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ക്യാമറയിൽ പോയിട്ട് വ്യൂസ് എടുക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് വ്യൂസിൽ 7 കിട്ടും. അതല്ലാണ്ട് നമുക്ക് ടൂൾ ബാർസിൽ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ടൂൾ ബാർസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വ്യൂസ് കൊണ്ടൊരു ഓപ്ഷൻ കാണാം. ആ വ്യൂസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 ഓപ്ഷൻ കിട്ടും. 7 ഓപ്ഷൻ നമ്മുടെ സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നു. ഇതിൽ ബോട്ടം എന്ന ഓപ്ഷൻ ഇല്ല. ഐസോമെട്രിക് എന്ന ഓപ്ഷൻ ഉണ്ട്. ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, റൈറ്റ് സൈഡ് വ്യൂ ഉണ്ട്, ബാക്ക് വ്യൂ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ട്. പക്ഷേ ബോട്ടം വ്യൂ ഇല്ല. അതായത് ബോട്ടം വ്യൂ ഈ വ്യൂ ഇല്ല. ബോട്ടം വ്യൂ കിട്ടണമെങ്കിൽ ക്യാമറയിൽ പാരലൽ പ്രൊജക്ഷൻ സ്റ്റാൻഡേർഡ് വ്യൂസിൽ ബോട്ടം അതെടുക്കുക. എന്നെങ്കിൽ മാത്രമേ ബോട്ടം വ്യൂസ് കിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് ബോട്ടം വ്യൂസ് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരും, മൗസ് ഡ്രാഗ് ചെയ്തിട്ട്. നമുക്ക് എക്സാക്റ്റ് ഫ്രണ്ട് വ്യൂ കിട്ടണമെങ്കിൽ ഇപ്പോൾ കണ്ട ഫ്രണ്ട് വ്യൂ അടിച്ചു. ഇനി വീണ്ടും നമ്മൾ കുറച്ച് ഞാൻ സൂം ചെയ്തു. വീണ്ടും ഫ്രണ്ട് വ്യൂ അടിച്ചാൽ മാറില്ല, ഇപ്പോഴുള്ള പൊസിഷൻ തന്നെ ആയിരിക്കും. കണ്ട ഫ്രണ്ട് വ്യൂവിൽ തന്നെ കിടക്കുന്നത്. നമ്മൾ കുറച്ച് റൊട്ടേറ്റ് ചെയ്യുക, എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ട് ഫ്രണ്ട് വ്യൂ അടിക്കുകയാണെങ്കിലാണ് ഇനി കൃത്യം ഫ്രണ്ട് വ്യൂ എടുക്കുക. ഫ്രണ്ട് വ്യൂ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സൂം ഔട്ട്, സൂമിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാലും പിന്നെയും ഫ്രണ്ട് വ്യൂ എടുക്കുകയാണെങ്കിൽ വ്യത്യാസം വരില്ല, അതേ വ്യൂവിൽ തന്നെ കിടക്കും. ഇപ്പോൾ ഞാൻ സൈഡ് വ്യൂ അടിച്ചു വരയ്ക്കുക. സൈഡ് വ്യൂ അടിച്ചപ്പോൾ കണ്ട സൈഡിൽ നിന്ന് വ്യൂ കിട്ടി. ഇനി ബാക്ക് വ്യൂ അടിച്ചപ്പോൾ ബാക്കിൽ നിന്ന് വ്യൂസ് കിട്ടി. ഇവിടെ ഞാൻ ഓൾറെഡി വീടിൻ്റെ ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് വ്യൂവിൽ തന്നെ വരച്ചത്. ശരിക്കും ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഫ്രണ്ട് വ്യൂ അടിക്കുമ്പോൾ ബ്ലൂ ആക്സിസും റെഡ് ആക്സിസും അതിനനുസരിച്ചുള്ള വ്യൂസാണ് കിട്ടുക. അതായത് ഈ പ്ലെയിനുള്ളത് ബ്ലൂ ലൈനിനും റെഡ് ലൈനിനുള്ള പ്ലെയിനുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഈ വീട് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് വിചാരിക്കുക. റൊട്ടേറ്റ് ചെയ്തിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ സൈഡിലാണ്. പക്ഷെ നമ്മുടെ സ്കെച്ചപ്പിൻ്റെ ശരിക്കുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ അടിച്ചാൽ അതാണ് കിട്ടുക. സ്കെച്ചപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ പറഞ്ഞാൽ ബ്ലൂ ലൈനും റെഡ് ലൈനിനുള്ള പ്ലെയിനുള്ളത് എന്താണോ അതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാക്ക് വ്യൂ അടിച്ചെന്ന് അതേപോലെ തന്നെ ബ്ലൂ ലൈനിലും റെഡ് ലൈനിലുള്ളത് എന്താണോ അത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ വീട് ഫ്രണ്ടിലേക്ക് തന്നെ വെച്ചു. ഇനി സൈഡ് വ്യൂ അടിക്കുകയാണ് വിചാരിക്കുക. റൈറ്റ് സൈഡ് വ്യൂ അടിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വ്യൂ ആയിരിക്കും കിട്ടുക. റൈറ്റ് സൈഡ് വ്യൂവിൽ ബ്ലൂ ലൈനിലും ഗ്രീൻ ലൈനിലും എന്താണോ കാണുക അതാണ് കിട്ടുക. ഇവിടെ റെഡ് ലൈൻ കാണാൻ കാരണം നമ്മുടെ ക്യാമറയിൽ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആയതുകൊണ്ടാണ്. പാരലൽ പ്രൊജക്ഷൻ ആണെങ്കിൽ എക്സാക്ട് സൈഡ് വ്യൂ ആയിരിക്കും, നമ്മുടെ റെഡ് ലൈൻ കാണില്ല. ഇപ്പം ഞാൻ പാരലൽ പ്രൊജക്ഷൻ കൊടുത്തു, കണ്ട ഇതാണ് ശരിക്കുള്ള ഇത്. അതായത് ബ്ലൂ ലൈനിലും ഗ്രീൻ ലൈനിലുള്ള പ്ലെയിൻ, ഈ പ്ലെയിനിൽ എന്താണോ കാണുന്നത് അതാണ് സൈഡ് വ്യൂവിൽ കാണുക. ഈ ഫ്രണ്ട് വ്യൂ അടിച്ചാൽ ബ്ലൂ ലൈനിലും റെഡ് ലൈനിലും എന്താണോ കാണുക അതാണ് കാണുക. ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും പറഞ്ഞാൽ ബ്ലൂ ലൈനിലും റെഡ് ലൈനിലും, ടോപ്പ് വ്യൂ പറഞ്ഞാൽ ഗ്രീൻ ലൈനും റെഡ് ലൈനും. അപ്പോൾ ബോട്ടം വ്യൂ പറഞ്ഞാൽ ക്യാമറയിൽ സ്റ്റാൻഡേർഡ് വ്യൂസിൽ ബോട്ടം വ്യൂ അടിച്ചു, അതും നമ്മുടെ ഗ്രീൻ ലൈനും റെഡ് ലൈനിലാണ് കാണുക. അപ്പം 3 ആക്സിസത്തെ 2 ആക്സിസത്തെ യോജിക്കുന്ന പ്ലെയിനിൽ എന്താണ് കാണുന്നത് അതാണ് നമ്മുടെ വ്യൂസിൽ കാണുക. നമുക്ക് വ്യൂസ് എക്സാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ക്രിയേഷൻ ചെയ്യണമെങ്കിൽ ആ പ്ലെയിനിൽ തന്നെ കൃത്യമായിട്ട് വരും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പെട്ടെന്ന് നമുക്ക് ഒരു വ്യൂവിൽ നിന്ന് വേറൊരു വ്യൂക്ക് ജമ്പ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് വേറൊരു വ്യൂസ് ജമ്പ് ചെയ്യണമെങ്കിൽ അടുത്ത വ്യൂസിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ വ്യൂവിൽ ക്യാമറയിൽ പാരലൽ പ്രൊജക്ഷൻ ആണെങ്കിൽ നമുക്ക് ഏത് വ്യൂ ഓൺ ആക്കിയാലും അല്ലാതും വർക്ക് ചെയ്യും. അതായത് ഐസോമെട്രിക് ആയാലും ടോപ്പ് ആയാലും ഫ്രണ്ട് ആയാലും റൈറ്റ് ആയാലും എല്ലാം പാരലൽ പ്രൊജക്ഷൻ ആയാലും വർക്ക് ചെയ്യും. അതേപോലെ നമ്മുടെ ക്യാമറയിൽ പേഴ്സ്പെക്റ്റീവ് ആണെങ്കിലും വർക്ക് ചെയ്യും. പേഴ്സ്പെക്റ്റീവ് ആണെങ്കിൽ 3 ആക്സിസും കൂടി കാണിക്കും. പകരം പാരലാണെങ്കിൽ എക്സാക്റ്റ് ആ വ്യൂ അത്ര വ്യത്യാസമുണ്ട്. നമ്മൾ രണ്ടിലാണെങ്കിലും പാരലൽ പ്രൊജക്ഷൻ ആണെങ്കിലും പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണെങ്കിലും നമ്മൾ വ്യൂ സെപ്പറേറ്റ് ഓൺ ആക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യൂ നമുക്ക് വരുന്നതായിരിക്കും. നമ്മൾ ഏത് പൊസിഷനിൽ വെച്ചാലും നമുക്ക് ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും. അത് ഏത് പൊസിഷനിൽ വെച്ചാലും. നമുക്കിപ്പോൾ ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഓറിയൻറ്റേഷനിൽ ഐസോമെട്രിക് വ്യൂസ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഐസോമെട്രിക് വ്യൂ കിട്ടും. ഞാനിപ്പോൾ അത് കുറച്ച് ചരിച്ചിട്ട് ഇവിടുന്ന് ഐസോമെട്രിക് വ്യൂ എടുക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഐസോമെട്രിക് വ്യൂ കിട്ടും. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഐസോമെട്രിക് വ്യൂ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഐസോമെട്രിക് വ്യൂ കിട്ടും. ഞാൻ അപ്പോൾ ബോട്ടത്തിൽ നിന്ന് ഞാൻ ഐസോമെട്രിക് വ്യൂ കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ബോട്ടത്തിൽ നിന്നുള്ള ഐസോമെട്രിക് വ്യൂ കിട്ടും.
ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്നുള്ള ഐസോമെട്രിക് വ്യൂ കിട്ടും. അപ്പോൾ ഐസോമെട്രിക് വ്യൂ നമ്മൾ കൊടുക്കുമ്പോൾ എവിടുന്നുള്ള ഐസോമെട്രിക് വ്യൂ ആണ് വേണ്ടത്, ആ ഒരു ഡയറക്ഷൻ ആദ്യം ഓണാക്കി വെക്കുക. അതിനുശേഷം ഐസോമെട്രിക് വ്യൂ കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. നമുക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഓരോ വ്യൂസ് നോക്കി നമുക്ക് ജമ്പ് ചെയ്യാവുന്നതാണ്. ഇതിന് ഷോർട്ട് കീസ് ഒന്നുമില്ല. ഷോർട്ട് കീസ് വേണമെങ്കിൽ അസൈൻ ചെയ്യണമെങ്കിൽ വിൻഡോസിൽ പ്രിഫറൻസിൽ പോയി നമ്മൾ ഷോർട്ട് കട്ട്സിൽ വ്യൂസ് എന്ന ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ നമുക്ക് കുറേ വ്യൂസ് കിട്ടും. ക്യാമറ, സ്റ്റാൻഡേർഡ് വ്യൂ, ബാക്ക്, ബോട്ടം, ഫ്രണ്ട്, ഐസോ, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്. ഇതിനൊന്നിനും ഷോർട്ട് കീസ് ഇല്ല. ഷോർട്ട് കീ വേണമെങ്കിൽ അസൈൻ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് വ്യൂസിൽ പഠിക്കാനുള്ളൂ.